ഇവിടന്റെ മനസ്സിന്റെ മധുര പ്രതീക്ഷയ്ക്ക് ഇരുളായി പതിക്കുന്നു കാലം. പൊതുമാധ്യമത്തിന്റെ മിഴിത്താരകളിലേക്ക് അകലും പ്രയോക്താവുമാകുന്നു. ഉടുമുണ്ടിനവരിട്ട പേരാണ് സംസ്കാരം, ഏകാകി ജ്ഞാനൻ സങ്കേതം. എവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ ഇത് സാഹിതി എന്റെ എഴുത്തുവഴികൾ എന്ന പങ്ക്തിയിലേക്ക് അതിഥിയായി ക്ഷണിച്ചത് മലയാളികൾക്ക് അത്ര പരിചിതനല്ലെങ്കിലും ലോക സാഹിത്യവേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രതിഭ. ഏറെ അതിശയമുണ്ട് എന്തുകൊണ്ട് മലയാളികൾ ഇദ്ദേഹത്തെ അറിയാതെ പോയി, എന്തുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ കേരള സാഹിത്യ അക്കാദമി അവാർഡോ ഇദ്ദേഹത്തിന് ലഭിക്കാതെ പോയി. 72 രാജ്യങ്ങളിൽ തന്റെ കവിതകൾ അവതരിപ്പിച്ചൊരു വലിയ മനുഷ്യൻ, നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയൊരു മനുഷ്യൻ, സെൻസ് ഓഫ് എനിഗ്മ, ടൈം ഷീൽഡ്, പ്രഹേളികയുടെ പൊരുൾ തുടങ്ങിയ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ്. സെൻസ് ഓഫ് എനിഗ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ മാവേലിക്കരയിൽ ജനിച്ച അന്താരാഷ്ട്ര പ്രസിദ്ധനായ ഒരു വലിയ മനുഷ്യൻ. സാഹിതി ഏറെ ബഹുമാനത്തോടെ, ഏറെ ആദരവുകളോടെ പറയേണ്ട ഒരു പേര്. മലയാളത്തിന്റെ, മലയാളികളുടെ, ഭാരതത്തിന്റെ സ്വന്തം ഡോക്ടർ ജേക്കബ് ഐസക്. നമസ്കാരം. ഡോക്ടർ ജേക്കബ് ഐസക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു അതിശയമാണ്, ഇങ്ങനെ ഒരാള് അന്താരാഷ്ട്ര പ്രസിദ്ധനാണോ എന്ന്. അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് എനിഗ്മ എന്ന പുസ്തകം മാത്രം വായിച്ചാൽ മതി, ആ കവിതാ സമാഹാരം മാത്രം അറിഞ്ഞാൽ മതി അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയാൻ. കേരളത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെത്തി, അധ്യാപകനായിട്ടാണ് അവിടെ എത്തുന്നത്. പിന്നീട് അവിടുത്തെ വർണ്ണ വിവേചനം തിരിച്ചറിഞ്ഞ് കറുത്ത വർഗക്കാരായ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാതെ വെളുത്ത വർഗക്കാരുടെ മക്കളെ മാത്രം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ കണ്ട് മനസ്സ് മരവിച്ച അദ്ദേഹം സ്വന്തമായ ഒരു വിദ്യാലയം തുടങ്ങി. ഇന്ന് ദക്ഷിണാഫ്രിക്കയില് ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയായി മാറി. അവിടുത്തെ ദക്ഷിണാഫ്രിക്കൻ പൗരത്വമുള്ള മലയാളിയായ ഒരു കവി. ഞാൻ നേരത്തെ പറഞ്ഞു, 72ഓളം രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര കവി സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ ആലപിക്കപ്പെട്ടു. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത്, ഭുവനേശ്വർ, കൽക്കട്ട, ബോംബെ, മദ്രാസ്, ഇങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മധുരൈ, നിരവധി 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 ലോക കവി സമ്മേളനങ്ങളിലാണ്, സാധാരണ സമ്മേളനങ്ങളിലല്ല അദ്ദേഹം കവിത അവതരിപ്പിച്ചത്. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നിരവധി. സാഹിതിയിലേക്ക് അതിഥിയായി എത്തുമ്പോൾ ഏറെ അഭിമാനം, ഏറെ സന്തോഷം. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായിരുന്ന ശ്രീ നെൽസൺ മണ്ടേലയുടെ കുടുംബവുമായി അടുത്ത ആത്മബന്ധമുള്ള ഒരു കവി. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം വിന്നി മണ്ടേല, അതായത് നെൽസൺ മണ്ടേലയുടെ പത്നി വിന്നി മണ്ടേല ആദ്യമായി കേരളത്തിൽ എത്തുന്നത് ശ്രീ ജേക്കബ് ഐസക് സാറിനോടൊപ്പമാണ്. അപ്പോ ആ ഒരൊറ്റ സംഭവം ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ആഗോളതലത്തിലുള്ള ബന്ധങ്ങൾ. ഊണിലും ഉറക്കത്തിലും ഒക്കെ കവിതയെ പ്രണയിക്കുന്ന ഒരു കവി. ഈ ഇന്റർവ്യൂവിൽ പോലും സാഹിതി കണ്ടത് അങ്ങനെ ഒരു കാഴ്ചയാണ്. ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു ജേക്കബ് ഐസക് സാർ അല്ല കവിത ആലപിക്കുമ്പോഴുള്ള ജേക്കബ് ഐസക് സാർ. അത് ഈ ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ശരിക്കും അത്ഭുതം തോന്നി. എത്ര പവർഫുൾ ആയിട്ട്, എത്ര തീഷ്ണമായിട്ടാണ് അദ്ദേഹം
അദ്ദേഹത്തിന്റെ വരികൾ ആലപിക്കുന്നത്. ആ വരികൾ തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാകും, ഉടുമുണ്ടിന് അവരിട്ട പേരാണ് സംസ്കാരം. ഇതിനേക്കാൾ നല്ലൊരു വരി എന്താ? 27 വർഷക്കാലം നെൽസൺ മണ്ടേല അനുഭവിച്ച ജയിൽ ജീവിതം, അദ്ദേഹം കിടന്ന ജയിലിനെ കുറിച്ചുള്ള വിവരണം, ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തെ കുറിച്ചുള്ള വിവരണം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കവിതയോടുള്ള താല്പര്യത്തെ കുറിച്ചുള്ള വിവരണം, ഇതൊക്കെ ജേക്കബ് സാറിൽ നിന്ന് നേരിട്ട് നമുക്ക് കേൾക്കാം. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ, അതിലേറെ ആദരവുകളോടെ, ബഹുമാനത്തോടെ സാഹിതിയിലേക്ക് ഡോക്ടർ ജേക്കബ് ഐസക് സാറിന് ഏറെ സ്വാഗതം. നമസ്കാരം. ഡോക്ടർ ജേക്കബ് ഐസക് മലയാള കവിതയിൽ അല്ലെങ്കിൽ ഭാരതീയ കവിതയിൽ, അന്താരാഷ്ട്ര കവിതയിൽ അദ്ദേഹത്തിന് സംഭാവനകൾ പലപ്പോഴും വേണ്ട രീതിയിൽ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ കവിതയെ സമീപിക്കുന്ന രീതിയിലും കവിതയുടെ രചനാ രീതിയിലും ഒക്കെ അങ്ങേയറ്റം നവീനമായ പുതുമയാർന്ന ഒരു രചനാ സമീപനവും ശൈലിയുമാണ് ജേക്കബ് ഐസക്കിന്റെ കവിതയുടെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കവിതകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കവിതകളാണ്. വളരെ വളരെ വിപുലമായിട്ടുള്ള മനസ്സും നമുക്ക് വഴങ്ങുന്ന ഒരു മനസ്സും തമ്മിലുള്ള ഒരു സംഘർഷങ്ങൾ, അല്ലെങ്കിൽ ഒരു നോർമലായിട്ടുള്ള ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോകുന്ന ഒരു മനുഷ്യന്റെ മനസ്സും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രധാനപ്പെട്ട പ്രമേയം. മലയാള ഭാഷയേക്കാൾ ഉപരി അന്തർദേശീയ ഭാഷയായ ഇംഗ്ലീഷ് കവിതകൾ എഴുതുന്ന ഡോക്ടർ ജേക്കബ് ഐസക്കിന്റെ കവിതകളെല്ലാം തന്നെ ഇതിനകം ഒട്ടേറെ അന്താരാഷ്ട്ര കാവ്യ സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഒട്ടനേകം സ്പാനിഷ്, ഹീബ്രു തുടങ്ങിയ അനേകം ഭാഷകളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ വിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ദേശത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടിന്റെയോ കവിതയ്ക്കപ്പുറം, അല്ലെങ്കിൽ ആ നാടിൽ സംഭവിക്കുന്ന കവിതയ്ക്കപ്പുറം ഒരു അന്താരാഷ്ട്ര മാനമാണ് ഡോക്ടർ ജേക്കബ് ഐസക്കിന്റെ കവിതയ്ക്കുള്ളത്. അതിലെ മാനവികത, അല്ലെങ്കിൽ അതിന്റെ ദേശീയത, അതിലെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ, മറ്റ് എല്ലാ വിഷയങ്ങളെയും ഒരേപോലെ കാണുകയും ഒരു വിശ്വൈക ദർശനം നമുക്ക് കവിതയിലൂടെ അദ്ദേഹം തരികയും ചെയ്യുന്നു. ഇൻഡോ ദക്ഷിണാഫ്രിക്കൻ കവി എന്നാണ് അദ്ദേഹത്തെ അന്താരാഷ്ട്ര സദസ്സുകളില്, അന്താരാഷ്ട്ര സാഹിത്യ സമ്മാനങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിയെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളിലേക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതത്തിലേക്കും നമുക്ക് ഒന്ന് പ്രവേശിക്കാം. സാറേ, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അവരുടെ ചൈൽഡ്ഹുഡിന് അല്ലെങ്കിൽ ബാല്യം, കൗമാരം ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ച് സാറൊന്ന് പറയാം. ഞാൻ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ഈ പ്രദേശത്തിന്റെ മുഴുവൻ സംസ്കാരം ഉൾക്കൊണ്ട് തന്നെയാണ് ജീവിച്ചത്. ചെറുപ്രായത്തിൽ, അതായത് 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ കവിത എഴുതുമായിരുന്നു. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കവിത എഴുതുമായിരുന്നു. 6ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ അഖില കേരള ബാലസാഹിത്യത്തിൽ സോവനീർ ഉണ്ടായിരുന്നു. ആ സോവനീറിൽ രമേശ് ചെന്നിത്തല ഒക്കെ അതിനകത്തുണ്ടായിരുന്നു ചോദ്യമ്പോൾ. അപ്പം ഞങ്ങൾ അതിനകത്ത് ആദ്യമായിട്ട് എൻ്റെ കവിത സേവനം എന്ന് പറയുന്ന കവിത പ്രസിദ്ധീകരിച്ചു വന്നു. ആദ്യം കവിത പ്രസിദ്ധീകരിക്കുന്ന ആ പുസ്തകത്തിലാണ്. സോവനീറിനകത്താണ് രമേശ് ചെന്നിത്തല എന്നതിൻ്റെ അത് ലീഡ് ചെയ്തത്. അതിനുശേഷം ഞാൻ വളരെ എല്ലാ കവിത എഴുതാത്ത ഒരു ദിവസവും കാണില്ല, എല്ലാ ദിവസവും കവിത എഴുതുമായിരുന്നു. കവിത എഴുതിയില്ല മുറി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കവിത എഴുതിയോ ചോദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കവിത എഴുതി ചൊല്ലിക്കൊണ്ട് നടക്കുകയും ഈ പുഴപ്പുറത്ത് എൻ്റെ പുഴയുടെ മുകളിൽ കയറിയിരുന്ന കവിതയിൽ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ വിദേശ രാജ്യത്ത് പോയിട്ട് വന്നതിന് ശേഷം പോലും ആദ്യം വന്നാൽ എൻ്റെ പുഴയുടെ മുകളിൽ പോകും. പുഴയുടെ മുകളിൽ പോയി കവിത ചൊല്ലും. ഇവിടെ എൻ്റെ വെളിപാട് പുസ്തകം തിരയുന്നു തെളിവായ സ്മരണക്കിനാക്കൾ, ഉലകം കുറിച്ചിട്ട ശിലയായ ശിലയെല്ലാം അറിയാതെ ഉയർന്നിട്ട് നോക്കും എന്ന് തുടങ്ങി ഉള്ള കവിത ഞാൻ ചൊല്ലുവാനും ഇവിടെ അവർക്കെല്ലാം കാണാൻ അറിയാവുന്ന കവിതയാണ് നാട്ടുകാർക്കൊക്കെ. അപ്പം അങ്ങനെ എൻ്റെ ഈ കവിതയിൽ തന്നെ ആയിരുന്നു. എപ്പോഴും കവിതയെ ചിന്തിച്ചുകൊണ്ട് നടക്കത്തുള്ളൂ,
കവിത എഴുതുക, ചിന്തിക്കുക, വായിക്കുക, ഇതൊക്കെയായിരുന്നു. വായനയിൽ കൂടുതൽ പ്രാധാന്യത്തിൽ കൂടുതൽ യാത്ര ചെയ്യുകയും ആൾക്കാരെ മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ജീവിത രീതിയായിരുന്നു ഈ കാലാവസ്ഥയോടും പ്രകൃതിയോടൊക്കെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതിനുശേഷമാണ് MA കഴിഞ്ഞതിന് ശേഷമാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. മലയാള സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖനാണ് ഡോക്ടർ R. നരേന്ദ്രപ്രസാദ്. നമുക്കറിയാം, അദ്ദേഹം വിമർശകൻ എന്ന നിലയിലും നാടക രചയിതാവ് എന്ന നിലയിലും അതുപോലെ തന്നെ അതിനേക്കാളുപരി ചലച്ചിത്ര നാടകം എന്നതിലുപരി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഒക്കെ ഡയറക്ടറായിരുന്നു അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിൽ. നരേന്ദ്രപ്രസാദ് സാറ് അതുപോലെ തന്നെ മലയാള കഥയിലെ ഏറ്റവും പ്രമുഖനായ VP ശിവകുമാർ, കവി കുരിപ്പുഴ ശ്രീകുമാർ അടക്കമുള്ള ഒരു വലിയ എഴുത്തുകാരുടെ മായിട്ടുള്ളൊരു അനുഭവ പരിചയം സാറിന് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറൊന്നും പറയാം. നാടിൻ്റെ സന്തോഷവും ജനങ്ങളുടെ സന്തോഷമൊക്കെ പറയാനാണെങ്കിൽ ഇവരുടെ കൃഷി നടത്തുന്ന ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കൃഷിഭരന്മാർ, അവര് 100 ജോലിക്കാരർക്ക് കാണുമായിരുന്നു. നിലം കൊയ്യാനും മെതിക്കാനും കൃഷി ചെയ്യാനും ഒക്കെ ആയിട്ട് 100 ജോലിക്കാരെ ജോലി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന നിലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ജീവിതത്തെ പറ്റി കൊയ്ത്തും മെതിയൊക്കെ എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഉത്സവമായിരുന്നു. കൊയ്ത്തും മെതി കാണാൻ തന്നെ കാത്തിരിക്കും. ആ നെല്ലിൻ്റെ മണമൊക്കെ വരുന്നത് എന്തൊരു സ്മെല്ലാണെന്ന് അറിയാമോ? ആ നെല്ല് കൊയ്ത് കഴിയുന്നതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പിന്നെ ഈ നാടിൻ്റെ പ്രത്യേകത ഓണാട്ടുകര, മാവേലിയുടെ കര, അതൊക്കെ ഞങ്ങൾക്ക് അഭിമാനമാണ്. മാവേലിയുടെ കര എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പ്രത്യേക സംസാര രീതി, അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ധാരാളം ആൾക്കാരും പണ്ഡിതന്മാരുടെ ഒരു പ്രദേശമാണ് മാവേലിക്കര. റീസെൻ്റായിട്ടാണെങ്കിൽ നമ്മുടെ നരേന്ദ്രപ്രസാദ് ചേട്ടനൊക്കെ എന്ത് നന്നായി പ്രവർത്തിച്ചിരുന്ന ലോകപ്രസിദ്ധനായ മനുഷ്യനാണ് നരേന്ദ്രപ്രസാദ്. ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, നരേന്ദ്രപ്രസാദ് ചേട്ടാ, ലോകം മുഴുവൻ അറിയണ്ടേ, ഇന്റർനാഷണൽ പേഴ്സൺ എന്ന് പറഞ്ഞുള്ളി മറുപടി പറഞ്ഞത്, എടാ ഇന്ത്യ ഇല്ലാത്ത ഏതാണ്? ഇന്ത്യ ഇല്ലാതെ ഇന്റർനാഷണലാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അത്തരത്തിലുള്ള ഉപയോഗിക്കാൻ ശേഷിയുള്ള എഴുത്തുകാരും ഈ ചെയ്യുന്ന പ്രദേശമാണ്. 80കളിൽ ഒരു മലയാള കവിതയിൽ വലിയൊരു പ്രവാഹം ഉണ്ടായി. ഇപ്പം പിന്നെ അന്നത്തെ ആ കാലഘട്ടം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ഈ മറ്റ് കലാലയത്തിലെ പ്രശ്നങ്ങൾ, മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴൊക്കെ സാറിന്റെ ഒരു കവിതകളും സാറുമായിട്ടുള്ള ആ ഒരു മറ്റ് എഴുത്തുകാരുമായിട്ടുള്ള സാറിന്റെ ഫീലിങ്സും എങ്ങനെയാണ്? ഞാൻ എപ്പോഴും മനുഷ്യ മനസ്സിനെ പറ്റി പഠിക്കുകയും മനുഷ്യ മനസ്സിനെ പറ്റി എഴുതുകയും മനുഷ്യ മനസ്സിനെ ക്യാരക്ടറാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്യുന്നത്. അന്നൊന്ന് ഞാൻ കാലത്ത് ഞാൻ എഴുതിയ ഇൻഡിഫറൻസ് എന്ന കവിതയൊക്കെ ഇൻഡിഫറൻസ് അടുത്ത ലൈൻ വരുന്നത്, withdrawal vanity of the mind. Withdrawal vanity of the mind. Withdrawal vanity ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേക അവസ്ഥയാണ്. അത് നമുക്ക് മനസ്സിലാകില്ല, എന്നാൽ മനസ്സിലാക്കി തന്നാൽ പെട്ടെന്ന് മനസ്സിലാകും. എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും എത്ര വായനാശീലമുള്ളവനായാലും നമ്മളെ തടഞ്ഞു നിർത്തിയിട്ട് അത് പോവുകയാണ്, പ്രസംഗിച്ചിട്ട് പോയാൽ ഇന്ന വിഷയത്തെ പറ്റി പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചാൽ ആരും നല്ലപോലെ അറിയാതെ പെട്ടെന്ന് പോയി ഞാനിപ്പോ ഇല്ല, എനിക്ക് അപ്പോൾ ഒരു വാനിറ്റി ഓഫ് വിത്ഡ്രോവൽ സിംറ്റം, വിത്ഡ്രോവൽ സിംറ്റം ആണ് നമ്മൾ കാണിക്കുന്നത്. ഉൾവലിവെന്ന് അങ്ങനെയുള്ള മനുഷ്യ മനസ്സിനെ ബന്ധപ്പെടുത്തി ഞാൻ കവിത ചെയ്തിട്ടുള്ളത്. നദികളെന്ന് പറയുന്നതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ കവിതയ്ക്കകത്ത് 126 ലൈൻസ് ഉള്ള കവിതയാണ്. ആ കവിതയ്ക്കകത്തും മനുഷ്യ മനസ്സാണ്. മധ്യമാവിന്റെ ആണെങ്കിലും ഇവന്റെ ഒരുപാട് പുസ്തകം ചെയ്യുന്നു. വെളിവായ സ്മരണ ഇനാക്കൾ ഉലകം കുറിച്ചിട്ട് ശരിയെല്ലാം അറിയാതെ ഉയർന്നിട്ട് നോക്കും. അതെല്ലാം മനസ്സിൽ ഇവന്റെ ഒരുപാട് പുസ്തകം ചെയ്യുന്നു. വെളിവായ സ്മരണ ഇനാക്കൾ
അതെല്ലാം മനുഷ്യനെ പറ്റി എഴുതിയിരിക്കുന്ന കവിതകളാണ്. അതാണ് ഞാൻ എന്നെ ഇപ്പം ബാധിക്കുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ, വേദനകൾ, മനസ്സിന്റെ വേദനകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതേ കവിത തന്നെ ഡ്രമാറ്റിക് ഹോം എന്ന കവിതയിലും ഈ ആശയം തന്നെയാണ്. ഡ്രമാറ്റികവും അതേ ആശയം. പൊതുവെ എന്റെ കവിതയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിയുണ്ട്, സ്വീഡിഷ് കവി ടോംസ് ട്രാൻസ്ട്രോം എന്ന് പറയും. ട്രാൻസ്ട്രോം. അതെ, അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം സൈക്കോളജിക്കലാണ്. അതായത് ഈ വാസ് സൈക്കോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം മനുഷ്യ മനസ്സിനെ പറ്റിയാണ് ചെയ്യുന്നത്. നമുക്ക് മനുഷ്യ മനസ്സിനെ പറ്റി ചെയ്യുന്ന ചുരുക്കമായിട്ട് ഞാൻ കഴിഞ്ഞുള്ളൂ. മനുഷ്യ മനസ്സിൽ എന്താണ് ഇമേജസിനെയൊക്കെ എങ്ങനെ ക്യാരക്ടറൈസ് ആക്കും അത് ബുദ്ധിമുട്ടുള്ളതായത്. എന്നാലും മനുഷ്യന് മനസ്സെന്ന് പറയുന്നത് ആദ്യം വചനം ഉണ്ടായിരുന്നു. God was God എന്നാണ്. വചനം ഉണ്ടായിരുന്നു. വചനത്തെ പറ്റിയാണ് പറയേണ്ടത്. വചനം, വാക്ക്, ശക്തമായ വാക്ക്. അങ്ങനെ ആ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ശൈലിയാണ് എൻ്റേത്. ഇപ്പം എൻ്റെ എല്ലാ കവിതകളിലും അത് കാണാം. ഇപ്പൊ ഞാൻ പുതുതായിട്ട് ഇറങ്ങുന്ന 40 ഡിവിഷൻസ് കവിത സമാഹാരം 53 കവിത ആണെന്ന് തോന്നുന്നു. പുതിയ പുസ്തകം. അദ്ദേഹം നമ്മുടെ ഖാനാണ് ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത്. വളരെ പഠനം നടത്തിയിട്ടാണ് ഞാൻ പുസ്തകത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ ചെലവിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. 1985 ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിനാണ് സമ്മാനം കൊടുത്തത്. അത് അന്നത് അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് ചെയ്തത്. സാറിന്റെ ആദ്യത്തെ കൃതി സെൻസ് ഓഫ് എനിഗ്മ എന്ന് പറയുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് കവിത. അതും സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനസ്സിന്റെ ഈ ആന്തരിക സംഘർഷങ്ങളെയും അത് ഉത്പാദിപ്പിക്കുന്ന വികാരങ്ങളെയൊക്കെ വളരെ കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കവിതകളാണ്. അതിലെ ഒരു കവിത സെൻസ് ഓഫ് എനിഗ്മ എന്നുള്ള കവിത സാറ് Sense of humor. She stared and said, evaporation of emotions, erupting and diluting the events. Can we prove the 40 timidity of time? My sense of enigma, a crude leverage of seasoning. ഇതിനകത്ത് sense of enigma എന്ന പുസ്തകത്തിലെ സമാഹാരത്തിലെ ആദ്യത്തെ കവിത conditioning of fantasy. Tracking the conditioning of fantasy and remarkable shades of excitement. Though regime, my curtsy words for tuning. Here emerged the primitive privilege of polarity, sensational selectivity of rhythmic imbalances, fluke of paradoxical timer of habits. Anywhere there, my contract for life and legacy. Away from ambiguous analogies of feelings, where the mind navigating and memorizing the moment of living art. Tremor of tyranny, negating the pneumatic impulses. Thriving the hidden images, where the sight of sensational evolution. Amusing alertness for comfort and concern. Tense the narrow bridges of tranquility. Fencing and nurturing the liberty of cheer. There you stare and spare the crowd. There you fairly share the scale. Immune the proud and crowd of hate. Within the large, lamenting up. Cheer the low of self-image. Fear the wearing verdict shame. Hear the way and game we play. Bear the yard of limit the mark. Wear the drowsy tuning hat. Alert, amazing change of age. Alert,
amazing change of age. Near to go, we share to go, there we tune, and near we reach. അല്ല അത് ഈ കവിതയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എന്താ പറയുക നമ്മളെ ഈ കാൽപ്പനികമായ ഒരു പിന്നെ ഇമേജറീസ് ഈ കവിതയിൽ ധാരാളമുണ്ട്. കവിതയുടെ ശീർഷകത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് വെളിയാവുന്നു. അവനൊരു ടൈറ്റിൽ ഇടാനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞതിനെ പറ്റി അതൊക്കെ നല്ലൊരു കൂടി അത് അതിനെപ്പറ്റി പറയുന്നതായിരിക്കും നല്ലത്. അതായത് ഞാൻ ബന്ധുക്കളായിട്ട് പറ്റി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വളരെ ഒരു രീതിയാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് പറയാതെ ഈ കവിത എഴുതിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഒരു 10 വർഷം 15 വർഷമായിട്ട്. ഈ കവിത ഈ പുസ്തകമാണ് വിവിധ ഭാഷകളിലേക്ക് വിവിധ ഭാഷകളിലേക്ക് അത് യൂണിവേഴ്സിറ്റിയൊക്കെ പല യൂണിവേഴ്സിറ്റി എടുക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഫ്രഞ്ച് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയും മസാജ് യൂണിവേഴ്സിറ്റി സിലബസിലുണ്ടോ കവിത? അത് വേറെ ബുക്കാണ്. സ്പാനിഷ് ഭാഷയിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റുമാനിയൻ ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ട്, റഷ്യൻ ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ എന്റെ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ പുസ്തകം തുടങ്ങിയിരിക്കുന്ന കാർണിവൽ എന്നുള്ള ഈ പിന്നെ നമ്മൾ സാധാരണ ഇത്തരം കവിതകൾ ഒരു നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ അവതരിപ്പിക്കുമ്പോഴാണോ അത് നമ്മൾ വിദേശ അന്താരാഷ്ട്ര വേദികൾ അവതരിപ്പിക്കുമ്പോഴാണോ കൂടുതൽ ക്ലാപ്സ്? അവതരിപ്പിക്കുന്നുണ്ട്. അവർ ഇതിന്റെ എടുത്ത് അവരുടെ കവിത നടത്തുക. ഞാൻ ഇന്ത്യയിൽ പ്രോഗ്രാം നടത്തുന്നുണ്ട്, റുമാനിയായാലും കാനഡയിലും. അത് വലിയ ഇഷ്ടമാണ്. കണ്ടീഷൻ ചെയ്യുക, മനസ്സിനെ കണ്ടീഷൻ ചെയ്യുക, ചേഞ്ച് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. നമ്മൾ ചോദിക്കുന്നത് വേദ ട്യൂണിക്കാൻ അത് റെഡി ചേഞ്ചസ്. ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമുള്ള കവിതകളല്ല. ഉമ്മ കവിത എന്ന് പറഞ്ഞാൽ പറയുന്നത് അതായത് പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ കവിതയെ പറ്റി വായിക്കും. കവിത വായിക്കുന്നത് കിടക്കും. എൻജോയ്മെന്റ് അല്ല, അതിനേക്കാളുപരി തിങ്കിങ്. ഇതെന്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾ മലയാളത്തില് ചില കവിതകൾ എഴുതുമ്പോൾ പ്രാസമൊപ്പിച്ച് കവിത എഴുതുമെന്ന് പറയാം. വളരെ കൃത്യമായ ചില മിക്ക സെന്റൻസ് സാറിന്റെ ഇംഗ്ലീഷ് കവിതകൾ അങ്ങനെ പ്രാസമിച്ച് വരാറുണ്ട്. പ്രാസത്തിനെ പറ്റി ചിന്തിക്കുകയും വേണ്ട. അത് കവിത ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ വാക്കുമെല്ലാം ഞാൻ എന്റെ എഴുതുന്നത് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് നമ്മൾ അത് ഡിക്ഷണറി നോക്കിക്കൂ. നമ്മൾ എഴുതുന്നതിനേക്കാൾ ബെറ്ററായി പറ്റേ അറിയാമെന്ന്. അതൊക്കെ മോശമാകത്തേ ഉള്ളൂ. നമുക്ക് കവിത എഴുതി വരുന്ന അത് വാക്കായി കറക്റ്റായിട്ട് വരുന്നത്. അതൊരു ടാലന്റാണ്, എനിക്ക് തോന്നുന്ന പ്രതിഭയാണ്. അങ്ങനെ ഒരു ഭാഷയും നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണല്ലോ, ഭാഷയാണല്ലോ. അത് കൃത്യമായി വളർന്നുന്ന ഒരാൾക്ക് മാത്രമല്ലേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. Trust others, you trust others. Trust others, you trust others. Feeling lonely, feel away. That's How comfortable you are without feeling. How comfortable you are
without meaning. How remarkable you are. How pleasant and presentable you are. Come on, my unreachable presence of time shield. Give on my conditioning cover of losses. Unpredictable honest of relations. Rolling the amicable compromise of promotion. Leading the regrettable decision. Drought the youngness. Nevertheless, high your space and range for some time. High your space and range for some time. Your face and facial world. Presence of promotional path. Fingers are there. Vacuum won't stay. Fingers are there. Vacuum won't stay. Can't be long. Vacuum can't be long. ഈ സാറ് ശരിക്കും പറഞ്ഞാൽ ഈ കവി ഈ അതിന് മുമ്പ് സാറ് അധ്യാപകനായിരുന്നു അല്ലേ? ഞാൻ അധ്യാപകനായിരുന്നു. കവിയായിരുന്നു. ഓക്കെ, സമ്മതിക്കുന്നു. അതെ, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ സാറിന്റെ പ്രൊഫഷൻ കരിയറിനെ വെച്ച് നോക്കുമ്പോൾ അധ്യാപകനായിരുന്നു. സ്കൂൾ പരീക്ഷയുടെ തൂക്കം എന്റെ വീട്ടിലെ പ്രിൻസിപ്പലായിരുന്നു. നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു. എന്റെ ബ്രദറാണെങ്കിലും ഞാൻ കവർ ചെയ്യുന്നത് നമ്മളെ ജയിക്കാനുള്ള ഫീലിംഗാണ്. ഈ അന്നത്തെ കാലത്ത് ഈ കവിത എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഈ സാറിന്റെ എനിക്ക് തോന്നുന്നു ഐസക് സാർ പ്രിൻസിപ്പൾ ആയിരുന്നു, ഫാദർ പ്രിൻസിപ്പൾ ആയിരുന്നു. പക്ഷെ ഒരു യാഥാസ്ഥിക കുടുംബമല്ലായിരുന്നു. ജീവിക്കുന്ന ഭാവമാണ് വിചാരിക്കുന്ന ക്രിസ്ത്യാനികളുടെ കൂടെപ്പെട്ടവനായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ചെയ്യും, ഞാൻ പൊട്ടി പോകുമ്പോൾ ചെയ്യും. എന്റെ ഭാഗമൊന്നും പറയത്തില്ല. വേണ്ടപ്പെട്ടത് ഹജമാണ്. പിന്നെ വീട് പോയി വെച്ചിട്ടില്ല. ഈ സാറ് ഏതൊരു കാലഘട്ടത്തിലാണ് പിന്നീട് ഒരു ഇന്ത്യ വിട്ടു പോകുന്നത്? ഏതൊരു 87-ലാണ് നേരെ സൗത്ത് ആഫ്രിക്ക. ഉണ്ടായിരുന്നു. തോന്നുന്നു അങ്ങനെ പ്രസവം പോയ സമയത്ത് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ മോഹമായിരുന്നു അവിടെ ചെന്ന് സമയം ഉണ്ടാക്കി പിന്നെ മലയാള ജീവിതം അവിടുത്തെ ആളുകളോട് ചേർന്നാണ് പ്രൊഫഷൻ നമ്മളെ വേണ്ടി നമ്മൾ നൽകിയ ഒരു സമയമായിരുന്നു. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ പരിമിതി കൊണ്ടൊന്നും നിങ്ങൾ റീച്ച് ചെയ്യത്തില്ല. റീച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് റീച്ച് ചെയ്തു മരിക്കാൻ വന്നുള്ളൂ. എങ്ങനെ മരിച്ചിട്ടാന്ന് ചോദിച്ചാൽ കൊല്ലുന്നു പറഞ്ഞാൽ ബോർഡിൽ വെച്ച് മതിലിന്റെ ബോർഡിൽ വെച്ച് തട്ടുകടയിൽ പോകാൻ വെള്ളക്കാരൻ്റെ ഇടയ്ക്ക് ഞാൻ താമസിച്ചു. വെള്ളക്കാരുടെ താമസിക്കാൻ നമുക്ക് അനുവാദമില്ല. ഇന്ത്യക്കാരുടെ സെറ്റിൽമെന്റ് താമസിക്കണം. ഗവൺമെന്റ് നോക്കി താമസിക്കണം. വെള്ളക്കാരുടെ സെറ്റിൽമെന്റ് വെള്ളക്കാർ മാത്രമാണ്. പഠിപ്പിച്ചിരുന്നു. അവിടെ ചെല്ലുകയും അതിനകത്ത് സ്ഥലങ്ങളുണ്ട്. അവിടെ വീട് 3 കിലോമീറ്റർ ഗവൺമെന്റ് സെറ്റിൽമെന്റ് ഉണ്ട്. കാരണം അവിടെ വീട്ടിൽ 20 രൂപയുണ്ട്. 20 രൂപ ഈ സാറോട് ചെല്ലുന്ന കാലഘട്ടത്തിൽ നെൽസൺ മണ്ടേല ജയിലിലാണ്. ആ സമയത്ത് അന്ന് പ്രസിഡന്റ് ആരായിരുന്നു? അന്ന് ക്ലർക്ക്. ഇതിന് മുഴുവൻ പേര് ക്ലർക്ക്.
പിന്നീട് ഏത് വർഷമാണ് അത് മോചിക്കപ്പെടുന്നത്? ഏത് വർഷത്തിന് എത്ര 87 സാർ അവിടെ ചെല്ലുന്നു, അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞാണ് നെൽസൺ മണ്ടേല മോചിക്കപ്പെടുന്നത്? 94ലാണ്. 94ലാണ് അപ്പൊ സാർ അവിടെ ഉണ്ടോ? അപ്പൊ തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കുകയില്ല. ബെന്നി മണ്ടേല ജയിലിലായിരുന്നു. ഈ പിന്നെ അപ്പുറത്തെ ഈ വർണ്ണ വിവേചനം അപ്പാർത്തൈഡിനെതിരെ സാറ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സാറ് സ്കൂൾ പിന്നെ ഈ 2 വർഷത്തേക്ക് വീട്ടിൽ കിടപ്പില്ലായിരുന്നു. അപ്പൊ ഈ അന്നത്തെ ഈ ക്ലർക്ക് ഭരണകൂടം ഇങ്ങനെ ഒരു സമരം ചെയ്യുമ്പോഴേക്ക് നിങ്ങളെ പ്രതികരിക്കാൻ അങ്ങനെ പറ്റത്തില്ല. പരിമിതിയുണ്ട്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ 5 മണി 6 മണി ആകുമ്പോൾ നമ്മൾ വീട്ടിൽ പോവാന്ന്. തൊഴിലാളം കണ്ടാൽ സിറ്റിസൺ പരിപാടിയുണ്ട്. സിറ്റിസൺ താമസം അവരുടെ സിറ്റിസൺ ആരെ അറസ്റ്റ് ചെയ്യാം. സിറ്റിസൺ ആര് അതുകൊണ്ട് 6 മണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകാം. എല്ലാം വീട്ടിൽ പോയി ജീവിച്ചോളാം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അപ്പം ചെന്നപ്പം സ്കൂളിലല്ലോ 50 പഠിക്കാനായിട്ട് സ്കൂളിൽ ചെന്ന് ഗവൺമെന്റ് സ്കൂളേ ഉള്ളൂ. അപ്പം പിള്ളേരെ പഠിപ്പിക്കുന്നത് 10ാം ക്ലാസ് തോറ്റും പഠിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു സ്കൂൾ വേണം, സ്കൂൾ വേണം. ഇല്ല, എങ്ങനെ പാവില്ലാതെ സ്കൂൾ വേണം ചിന്തിക്കാൻ ഞാൻ പാവില്ലാതെ സ്കൂൾ വേണം സ്കൂൾ തുടങ്ങി. അത് വലിയ വിപ്ലവമായിരുന്നു. എന്റെ നാഷണൽ ടീവേഴ്സ് എല്ലാം വന്നു. അവരെ നാഷണൽ പാർട്ടി ഐക്യപാട് ചേർന്നാണ് ഈ സ്കൂൾ തുടങ്ങി സഹായിക്കാൻ വരുത്താൻ ശ്രമം നടത്തി. അമ്മയുടെ പറഞ്ഞു അല്ല അവർ എന്ത് വേണം തരാം, പെർഫോമൻസോ എന്ത് വേണം തരാം, ഞങ്ങളുടെ ANC ആണ് നടത്തുന്നത്, ANC സപ്പോർട്ടാണ് ഞാൻ നടത്തുന്നത്. ആദ്യത്തെ സ്കൂളിൽ 87 പിള്ളേരുണ്ടായിരുന്നു. 87 പിള്ളേരുണ്ടായിരുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ വെള്ളക്കാരൻ. അല്ലെ, ഞാൻ സാറ് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ ഈ അവിടെ വെള്ളക്കാര് കറുത്തവരെ പഠിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് സാർ അവിടെ ചെല്ലുന്നത് അല്ലെ. പക്ഷെ സാർ അവിടെ സ്കൂൾ സ്ഥാപിച്ചിട്ട് വെള്ളക്കാരെ കൊണ്ട് കറുത്തവരെ പഠിപ്പിക്കും. വെള്ളക്കാർ കർമ്മയെ പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ സ്കൂളൊക്കെ വെള്ളക്കാരെ പോയി പഠിപ്പിക്കുമായിരുന്നു. ടൗണിനോടടുത്ത് സ്കൂളുകൾ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കഷ്ടപ്പെടുന്നതിനുള്ള പ്രത്യേക സ്റ്റൈപ്പൻഡ് വേണം, പണം കൊടുക്കണം. പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന ടോളറൻസ് അലവൻസ്. ഞാൻ ഏറ്റവും കൂടുതൽ സാധനം ചെയ്തിട്ടുള്ള വിഭാഗമാണ് ടോളറൻസ് അലവൻസ്. ഞാൻ എന്റെ വൈഫ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തപ്പം അങ്ങനെ ടോളറൻസ് അലവൻസ് തന്നിട്ടില്ല. ഈ ടോളറൻസ് അലവൻസ് ബാക്കി കിടക്കും. ടോളറൻസ് അലവൻസ് ശരിക്കും പറഞ്ഞാൽ അത് അപ്പൊ അംഗീകരിച്ചവര് അല്ലേ? ടോളറൻസ് എന്ന രീതിയിൽ തന്നെ അവര് അപ്രൂവ് ചെയ്തു. ടോളറൻസ് അലവൻസ് എന്ന പേരിൽ തന്നെ അവർ അപ്രൂവ് ചെയ്തു. ഇതൊരു കവിതയ്ക്ക് വിഷയമാണ് അല്ലേ? എഴുതിയിട്ടുണ്ടോ?
നമുക്ക് വേണം നന്നായി കഴിഞ്ഞാൽ പോകത്തില്ല. നമുക്ക് വേണം. അങ്ങനെ ആകുമ്പോഴേ ഹീലൻസ് വിധം വരുന്നത്. കവിതയും പറയാൻ എന്തോ കവിതയും വർത്താൻ പറയുന്നതാണ്. അത് വർത്താനോ പാട്ട് എന്ന് പറയാൻ പാട്ട് പാടുന്നത് പാട്ടയും കവിതയ്ക്ക് തമ്മിൽ വ്യത്യാസം. പാട്ടയും പ്രസംഗത്തിനും വ്യത്യാസം. ഈ സാറ് ഇപ്പം നെൽസൺ മണ്ടേല മോചിതനായതിനു ശേഷം പ്രസിഡന്റായി. അപ്പം എന്തുമാത്രം സപ്പോർട്ട് ഉണ്ടായിരുന്നു സാറിന്? പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നോട് പാർട്ടി ചേർന്നില്ല. എന്തായിരുന്നു വെള്ളക്കാർ അമ്മ കൊണ്ടിരിക്കുകയും വെള്ളക്കാർ അമ്മ വിടും. അങ്ങനെ പിന്നിമണ്ടേല അങ്ങനെ കരി കാണിയുണ്ട്. പിന്നി മണ്ടേലയായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാറിന് ഒരു പിന്നെ ബന്ധം ഏറ്റവും ഒരു സ്നേഹമൊക്കെ ഉള്ളത് അവരോടാന്ന് തോന്നുന്നു. അപ്പൊ അവര് ഇവിടെ തിരുവനന്തപുരത്ത് വന്നോണ്ട് സാരി ഉണ്ടായിരുന്നല്ലോ, ഫിലിം സൊസൈറ്റിയുടെ ആ ഒരു സാരി എങ്ങനെയായിരുന്നു? ഈ പിന്നി മണ്ടേല ഞാൻ പരിചയപ്പെടുന്നത് ദേവൻ എന്ന് പറയുന്ന സ്ഥലത്ത്. ദേവൻ ഇന്ത്യക്കാർ മുഴുവൻ സ്ഥലമാണ് ദേവൻ. അവർ നാഷണൽ മോണുമെന്റ് പണിയണമെന്ന് തീരുമാനിച്ചു. നാഷണൽ മോണുമെന്റ് പണിയാനായിട്ട് കല്ല് വാങ്ങിക്കാൻ രാജസ്ഥാനിൽ വന്നാണ് കല്ല് വാങ്ങിക്കാൻ. സ്റ്റോൺസ് വാങ്ങാനായിട്ട് 2 ടൺ സ്റ്റോൺസ് രാജസ്ഥാനിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഒരു സ്കൾപ്ചർ നിർവ്വഹി ചെയ്തു. വീട്ടിൽ ഡാമേജ് തുണിയൊക്കെ ചെയ്ത് അതിന്റെ പകുതി ഭാഗം സ്റ്റോൺസ് തിരിച്ചു പോയി. കഴിഞ്ഞു പോയി. അവർ നാഷണൽ മോണുമെന്റ് ഉണ്ടാക്കണമായിരുന്നു. നാഷണൽ മോണുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള കമ്മിറ്റിയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ഇത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പം അന്ന് ഏറ്റവും വലിയ പ്രസിദ്ധിയായ ഇന്ത്യൻ വൈദ്യുതി ഫാത്തിമ മീർ എന്ന് പറയുന്നത് ഫാത്തിമ മീർ വേറൊരു ലേഡി ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു നല്ല സ്നേഹബന്ധമായിരുന്നു. അവരെയും കാണുകയും അത് കേരളത്തിൽ വന്നു. ഞാൻ കേരളത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തു. കേരളത്തിൽ വന്നു, രാജസ്ഥാനിൽ പോയി അത് വാങ്ങിച്ചു. എന്നിട്ട് അതിന് ചാർജ് നെൽസൺ വിളിക്കാൻ കരുത്തുള്ള പരിചയമുള്ള അതോറിറ്റി നെൽസൺ വിളിക്കാൻ ഫാത്തിമ. അത് വീണ്ടും ഹസ്ബൻഡും ഒരു ഇതുകാരനാണ്, വൈദ്യനാണ്. ഫാത്തിമ മീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി സൗത്ത് ആഫ്രിക്കൻ സ്വദേശിയാണ്. അതെ, എഴുത്തുകാരിയാണ്. ഭർത്താവ് എഴുത്തുകാരനാണ്. പിന്നെ സ്വതന്ത്ര സേനാനിയാണ്. ഈ 27 വർഷം മണ്ടേല കൂടെ ജയിലിൽ മണ്ടേല ജയിലൊക്കെ ചെന്ന് കണ്ടാൽ ജയിൽ കണ്ടാൽ വളരെ ദാരുണമായ രീതിയാണ്. അത് അവിടുത്തെ തണുപ്പ് വാങ്ങി കഴിഞ്ഞാൽ -4 മലയാളി അവർ ജയിലിൽ കിടക്കുന്നവരോട് ഒരു ശിക്ഷ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരോട് ജീവിപ്പിക്കുന്നില്ല, ജീവിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ കായ് അതിനെ ചാടും നടക്കാൻ പറ്റില്ല. ചാടി മഴയും മാത്രം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു തൊട്ടി ഉണ്ടായിരുന്നു, ഒരു തൊട്ടി വെള്ളം തൊട്ടി ദയനീയമായ അവിടുന്ന് കര കാണാം. ഐലൻഡാണ് അവിടെ ജയിൽ. അവിടുന്ന് പുറത്തു പോയി കര കാണാം. വയലന്റ് ആയിട്ടുള്ള കേസാണ്, തിരമാലയാണ്. അത് വയലന്റ് ആയിട്ടുള്ള വേവ്സാണ്, തിരമാലയാണ്. ആ തിരമാലയിലൂടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ മരണപ്പെട്ടിട്ടുള്ളൂ.
അപ്പൊ പല ആഗ്രഹിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വാങ്ങി കഴിയുമ്പോൾ ഇതാകും. ആ ജയില് ഇന്നും നിലനിൽക്കുന്നു ഇപ്പോഴും. ഇപ്പോഴും കൽപ്പിറ്റ്സിന് ഇപ്പോഴും അവിടെ ഇല്ല. ജസ്റ്റ് മ്യൂസിയം. എല്ലാം അങ്ങനെ അവസാനമായിട്ട് പോയി പോകുന്ന സമയത്ത് അടിക്കോ അറിഞ്ഞോണ്ട് കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. ജയിലിൽ ജീവിക്കുമ്പോൾ ജോലി ചെയ്യുന്നു കല്ലടത്തിൽ. പുള്ളിയോട് വെള്ളകാരുടെ വാശി പച്ചയായി പറഞ്ഞാൽ ഇന്നിന്റെ നമ്മളോട് അടിച്ചു പൊട്ടിക്കുന്ന വൈരാഗ്യത്തോട് അടിച്ചു പൊട്ടിക്കണം. അത് ഓരോ അടിയും ഈ ഈ സാറ് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിനാണല്ലോ ദൈവത്തെ കൊണ്ടുവരുന്നത്. അപ്പം അന്ന് ഹോസ്റ്റസ് സംസ്ഥാന സർക്കാർ ആരായിരുന്നു? സത്യം പറഞ്ഞാൽ ദേവമാസാവിന്റെ സിനിമ ഉണ്ടായിരുന്നു. ദേവമാസാവിന്റെ സിനിമ. അപ്പം അത് സംവിധാനം ചെയ്ത് ദേവമാസാവ് പ്രൊഡ്യൂസ് ചെയ്ത സേനയാണ്. ശിവാജിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. മലയാളി ചെയ്യുന്ന പോലെ കൊണ്ടുവരണം. മല്ലി ചേച്ചിയാണ് ആവശ്യപ്പെടുന്നത്. മല്ലി ചേച്ചിയായും സെക്രട്ടറി അന്ന് സാറ് അത് സമ്മതിച്ചു. അത് എത്രയും മാത്രം ബന്ധമാണ്. പത്തുമണിക്ക് ഞാൻ പത്തുമണിനെ വിളിച്ചു. പത്തുമണി ഞാൻ മുമ്പേ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ബന്ധപ്പെടുകയും വരാൻ തീരുമാനിച്ചു. വരാൻ തീരുമാനിച്ചു. അതിന് കഥകളുണ്ട്. ഒരുപാട് കഥകളുണ്ട്. സൗദാമ എയർവേസുണ്ട്. സൗദാമ എയർവേസ് ഇപ്പൊ ഇല്ല. എയർപ്ലെയിൻ കമ്പനിയാണ്, എയർവേസ് കമ്പനിയാണ്. അത് ഇല്ല. അന്ന് ഈ മഴ ഇറങ്ങാൻ പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയി. ട്രെയിൻ കണ്ട് പറയാൻ വീട്ടിൽ ഇറങ്ങുന്നത്. വീട്ടിൽ പുള്ളിയായി വയനാട് വേണം എയർപ്ലെയിൻ പോകാൻ പോയി. മറ്റുള്ള പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ടോ? അതുകൊണ്ട് പോയി. എങ്ങനെ രീതിയിൽ സ്ലോ ഇനി പറയാ നമ്മളെ പോയി ചായ രണ്ട് സീരിയായുണ്ട്. ഞാൻ ഫ്ലൈറ്റിൽ പോയില്ല. ഞാൻ പോയില്ല. ഞാൻ ഒരാഴ്ച മുമ്പേ പുള്ളിയായി ഞായറാഴ്ച മുമ്പ് വന്നു തരാവുകയും ചെയ്തു. ഞാൻ സേനന്റെ താമസിച്ചുകൊണ്ട് വിളിച്ചു. എയർപോർട്ടിൽ നിന്ന് പിറ്റേ ദിവസം 10 ഹോട്ടലിൽ താമസിപ്പിച്ചിട്ട് പിറ്റേ ദിവസം സിനിമയുടെ ഉദ്ഘാടനവും അവര് തന്നെയായിരുന്നു. അപ്പൊ ഈ സാറേ ഈ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ അവർ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അതിഥിയാവും അല്ലെ? അപ്പൊ ആ രീതിയിൽ ഗസ്റ്റിനെ ഇവിടെ കൊണ്ടുവരുന്ന സാറാണ്. സാറേ മുഴുവൻ സാറിന്റെ എക്സ്പെൻഡിച്ചറാണ്. ടിക്കറ്റ്
ഭക്ഷണം കൊടുക്കുന്ന അവരുടെ അപ്പൊ അന്ന് മിനിസ്ട്രി ഏത് മിനിസ്ട്രി ആയിരുന്നു? ഈ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമായിരുന്നു ടി കെ രാമകൃഷ്ണൻ രാമകൃഷ്ണൻ. അപ്പൊ അവർ ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ എത്ര നാൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? കേരളത്തിൽ ഒരാഴ്ച. അതൊരു വലിയൊരു നമ്മളെ സംബന്ധിച്ച് ഒരു നേട്ടമാണ്. മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും ശരിക്കും അത് വന്നു. പ്രസിഡന്റും ഒക്കെ ഏതാണ്ട് വന്നു. അതിന്റെ പേപ്പർ കട്ടിങ് വന്നില്ല. വന്നില്ല. ഇന്ദിരാഗാന്ധി വിളിച്ചിട്ട് വന്നില്ല. ജേക്കബ് ഐസക് വിളിച്ചപ്പോ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഞാൻ വിളിച്ചപ്പം അന്ന് ഉണ്ടായി. അതുകൊണ്ടാണ് തോന്നുന്നു. അതുകൊണ്ട് അത് പ്രതികരിപ്പിച്ചു. ഞങ്ങളെ യാത്ര ചെയ്ത് ഞാൻ വളരെ പത്മനാഭ വിളിച്ചു പോയി. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് വെല്ലുമണ്ടയിൽ വരുന്നത് അല്ലേ? അതെ, ആ സമയത്തല്ലേ വരുന്നത്. അതെ. നെൽസൺ മണ്ടേല ഇങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യം എല്ലാം റെഡിയാക്കി. പിന്നെ പൊളിറ്റിക്സൊക്കെ ഇതായിരുന്നു. വെല്ലുമണ്ടയും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൊണ്ടുപോകും. ഇന്ത്യയിലെ മലയാള പ്രസിഡന്റായിട്ട് മലയാളം ചോദിക്കാം. മലയാളം പെരുന്നോക്കാൻ മലയാളം അതുകൊണ്ടാണ് വളരെ ഇവര് തമ്മില് ഈ നെൽസൺ മണ്ടേലയും ഇന്ത്യയും തമ്മിലുള്ള അവസാന കാലത്ത് വലിയ അല്ലേ? ആ സമയത്തൊക്കെ സാറ് എന്റെ ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെയും മനുഷ്യന്മതയും ചെയ്യും മനുഷ്യൻ കഴിയും വാങ്ങാൻ പല. ഈ അതിനുശേഷം നെൽസൺ മണ്ടേലയുടെ മരണത്തിന് ആ സമയത്ത് സാറോടുണ്ടോ? പിന്നീടാണ് ജേക്കബ് സുമാ പ്രസിഡന്റ് അല്ലെ? അപ്പം സാറിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇപ്പം മറ്റേ സാറിന്റെ ഇതുണ്ടല്ലോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിനൊക്കെ സർക്കാരിന്റെ സപ്പോർട്ടും പിന്തുണയൊക്കെ എങ്ങനെയാണ്? സബ്സിഡി കൊടുക്കും. സബ്സിഡി കുട്ടികൾക്ക് അത് ഉപയോഗിക്കാം. നമ്മള് പിന്നെ ഈ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയായിരുന്നു? വിക്ടോറിയയിലാണ്. ഞാൻ അത് സ്ഥാപിച്ചത് കമ്മല് മൊക്കപ്പാനി. പിന്നെ ഈ ജോഹന്നാസ്ബർഗിലൊക്കെ അവിടെയൊക്കെ അവിടുത്തെ ദൂരം നമ്മളിവിടെ സാർ ഇപ്പോൾ എവിടെയാണ്? വിക്ടോറിയയില് അവിടെ പിന്നെ അവിടെ തന്നെയാണോ വിദ്യാഭ്യാസ സ്കൂൾ? 150 കിലോമീറ്റർ. അവിടുന്ന് 150 കിലോമീറ്റർ. ആ സ്ഥലത്തിന്റെ പേരെന്താ? മാർബിൾ റോഡ്. മാർബിൾ റോഡ്.